സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനലായ റൂൾസ് ആർ ഗോഡ്സ് ദി സ്റ്റാഫ് ക്ലാസ് റൂമിലേക്ക് വീണ്ടും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ CNAGയുടെ DPC ആക്ട് 1971 സെക്ഷൻ 10 to 15 ആണ് ഡിസ്കസ് ചെയ്തത്. അതായത് ഒരു ഗവൺമെൻറ് സ്ഥാപനം എങ്ങനെയാണ് ഏതൊക്കെ റൂളിൻ്റെ പരിധിയിൽ നിന്നാണ് ഓഡിറ്റ് ചെയ്യുന്നത്, അതിനുള്ള അധികാരം എന്താണ് എന്നൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ അക്കൗണ്ടൻറ്റ് ജനറലാണ്, ഒരു സ്റ്റേറ്റിൻ്റെ മുഴുവൻ അക്കൗണ്ട്സും തയ്യാറാക്കേണ്ട ഉത്തരവാദിത്വവും അക്കൗണ്ടൻറ്റ് ജനറലാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഓർമ്മയൊന്ന് പുതുക്കട്ടെ. അതിൽ സെക്ഷൻ 10, 11, 12 അത് അക്കൗണ്ട്സുമായിട്ട് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു. 10 അനുസരിച്ച് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും, 11 അനുസരിച്ച് അത് ഗവർണർക്ക് കൊടുക്കും, 12 അനുസരിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് സംശയങ്ങൾ ദൂരീകരിക്കുക. സെക്ഷൻ 13 ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ ഓഡിറ്റാണ്. അതിലെന്തൊക്കെയാണ് പ്രധാനമായിട്ട് പരിശോധിക്കുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ സെക്ഷൻ 14 വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനായിരുന്നു. അത് ഗ്രാൻഡ് ഇൻ എയ്ഡ് ഓഡിറ്റാണ്. സെക്ഷൻ 15 ഗ്രാൻഡ് ഇൻ എയ്ഡ് ഓഡിറ്റാണ്. പക്ഷേ 14 15 തമ്മിൽ കാതലായ ഒരു വ്യത്യാസമുണ്ട്. അത് 14 ആണെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ മുഴുവൻ അക്കൗണ്ട്സും ഓഡിറ്റ് ചെയ്യപ്പെടും. 15 ആണെങ്കിൽ എന്ത് പ്രവൃത്തിക്ക് വേണ്ടിയാണോ, എന്ത് ഫംഗ്ഷന് വേണ്ടിയാണോ ഗവൺമെൻറ് പണം ഗ്രാൻഡായി നൽകിയത്, ആ തുക മാത്രമേ ഓഡിറ്റിന് വിധേയമാക്കൂ. ഇത്രയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ DPC ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടത്. ഇനി നമ്മൾ ഈ എപ്പിസോഡിൽ പരിശോധിക്കുന്നത് സെക്ഷൻ 16 മുതൽ 20 വരെയുള്ള സെക്ഷൻസാണ്. ആദ്യം നമുക്ക് സെക്ഷൻ 16 എന്താണെന്ന് നോക്കാം. സെക്ഷൻ 16 ഓഡിറ്റ് ഓഫ് റെസീറ്റ്സ് ആണ്. CNAG ഷാൽ ഓഡിറ്റ് all receipts which are payable into the consolidated fund. He shall check that the rules and procedures relating to the assessment, collection and allocation of revenue are proper and effective. അതായത് സെക്ഷൻ 16 എന്ന് പറയുന്നത് റവന്യൂ ഓഡിറ്റാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുള്ള മുഴുവൻ റവന്യൂ റെസീറ്റും, റവന്യൂ റെസീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം, ടാക്സ്, നോൺ ടാക്സ് റെസീറ്റ്സ് ആണ്. ആ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പിരിക്കുന്ന ആ തുക മുഴുവൻ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് തന്നെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന റവന്യൂ അതിനെ ഓഡിറ്റ് ചെയ്യുന്നതാണ് സെക്ഷൻ 16. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് പരിശോധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, സാധാരണ നിങ്ങൾക്കറിയാം എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും ഒരു DCB രജിസ്റ്റർ ഉണ്ടായിരിക്കും. അതായത് ഡിമാൻഡ് കളക്ഷൻ ബാലൻസ് രജിസ്റ്ററാണ്. അത് ഓർത്താൽ തന്നെ നമുക്ക് ഒരു പൂർണ്ണ രൂപം കിട്ടും. അതായത് ഗവൺമെൻറ്റിന് കിട്ടേണ്ട പണം ടാക്സ് ആയോ നോൺ ടാക്സ് ആയോ ലഭിക്കേണ്ട, അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഗവൺമെൻറ്റിൻ്റെ റവന്യൂയിലേക്ക് വരേണ്ട തുക, അത് കൃത്യമായി അതിനൊരു ഡിമാൻഡ് റേസ് ചെയ്യുന്നുണ്ടോ, അത് കൃത്യമായി അത് വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ. ഇപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ റെൻ്റ്, ഗവൺമെൻറ് കെട്ടിടത്തിൻ്റെ റെൻ്റ് പിരിക്കാനുണ്ട്. ആ റെൻ്റ് കൃത്യമായിട്ട് തന്നെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, ആ തുക പിരിക്കുന്നുണ്ടോ, അതിനാവശ്യമായിട്ടുള്ളൊരു ഡിമാൻഡ് അയക്കുന്നുണ്ടോ, അത് കൃത്യസമയത്ത് തന്നെ കളക്ട് ചെയ്യുന്നുണ്ടോ, ഈ കളക്ട് ചെയ്ത എമൗണ്ട് അന്ന് തന്നെ അടയ്ക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനടുത്ത ദിവസം തന്നെ ഗവൺമെൻറ്റിലേക്ക് അത് റെമിറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ട്രഷറിയിലേക്ക് റെമിറ്റ് ചെയ്യുന്നുണ്ടോ. ഈ 3 ആസ്പെക്റ്റുകളാണ് ഇവിടെ പരിശോധിക്കുന്നത്. അതായത് ഗവൺമെൻറ്റിന് ലഭിക്കാനുള്ള റവന്യൂവിൽ ഒരു വിട്ടുവീഴ്ചയും ഗവൺമെൻറ് എംപ്ലോയീസ് നടത്താൻ പാടില്ല. കാരണം നമ്മളുടെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും ഈ ഗവൺമെൻറ് റവന്യൂ റെസീറ്റിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. പ്രായോഗികമായിട്ട് അങ്ങനെ അല്ല, നമ്മൾ ഒരുപാട് ബോറോഡ് ഫണ്ടൊക്കെ വാങ്ങുന്നു എന്നും നമുക്കറിയാം. പക്ഷേ ഒരു ഐഡിയൽ കണ്ടീഷനിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ റവന്യൂ എത്രമാത്രം നമുക്ക് സമാഹരിക്കാൻ പറ്റുമോ അത് മുഴുവൻ സമാഹരിച്ചെടുക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വവും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കാണ്. അപ്പോൾ അത് സെക്ഷൻ 16 വെച്ചിട്ട് ഓഡിറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് കൃത്യമായിട്ട് അത് അസസ് ചെയ്തിട്ടുണ്ടോ, ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട തുക കൃത്യമായിട്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അസസ് ചെയ്തിട്ട് അവർക്ക് ഡിമാൻഡ് അയക്കണം. ഡിമാൻഡ് അയക്കുന്ന ഒരു വെറുതെ ഒരു
സമയം ഒരു ഡിമാൻഡ് അയച്ചത് ഇട്ട് പിന്നെ കൈകെട്ടിയിരിക്കാൻ പറ്റും എന്ന് വിചാരിക്കരുത്. അത് നമ്മൾ പെഴ്സ്യൂ ചെയ്യണം. വളരെ ഡിലിജൻ്റായിട്ട് ശുഷ്കാന്തിയോടുകൂടി ആ പണം പിരിച്ചെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അത് പിരിച്ചു കഴിഞ്ഞാലുടൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ അത് വെക്കാൻ പാടില്ല. കാരണം ഗവൺമെൻറ്റിലേക്ക് വരേണ്ട റവന്യൂ ഒരു ഐഡിയൽ കണ്ടീഷനിൽ ഈഫ് പോസിബിൾ ഇറ്റ് ഷുഡ് ബി റെമിറ്റഡ് ഓൺ ദ ഡേ ഇറ്റ് സെൽഫ് എന്നാണ്. അന്ന് തന്നെ കഴിയുമെങ്കിൽ അടയ്ക്കുക എന്നാണ്. അന്ന് പറ്റിയില്ലെങ്കിൽ അതിനടുത്ത ദിവസം തന്നെ നമ്മൾ ട്രഷറിയിൽ ആ എമൗണ്ട് അടയ്ക്കണം. കാരണം ഗവൺമെൻറ്റിലേക്ക് എത്തണം ആ പണം. ഇനി ബാലൻസ് എമൗണ്ടാണ്, അത് ഓഡിറ്റിൽ പരിശോധിക്കും. ഇപ്പോൾ ശരിക്കും അസസ് ചെയ്തിട്ടുണ്ടോ, അന്ന് തന്നെ അടച്ചോ, ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല, ബാലൻസ് എമൗണ്ട് പരിശോധിക്കും. അതായത് നികുതി പിരിക്കാൻ ഒരുപാട് തുകകൾ ബാലൻസായി കിടക്കുന്നുണ്ടോ, ഗവൺമെൻറ്റിലേക്ക് വരേണ്ട റവന്യൂവിൽ എന്തുകൊണ്ടാണ് അത് പിരിക്കാൻ കഴിയാതെ പോകുന്നത്. ചിലപ്പോൾ കോടതി അത് സ്റ്റേ ചെയ്തിട്ടുണ്ടാവാം, ഗവൺമെൻറ് ലെവലിൽ ഒരുപക്ഷെ സ്റ്റേ കൊടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത് ഇറക്കവറബിളായി കിടക്കുന്നതാവാം. അത് മുഴുവൻ അനലൈസ് ചെയ്യേണ്ടത് AGയുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ അനലൈസ് ചെയ്ത് അത് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കണം. ഹ്യൂജ് എമൗണ്ട്സ് ഒന്നും ബാലൻസ് കിടക്കാൻ പാടില്ല യഥാർത്ഥത്തിൽ. അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായിട്ട് അത് കണക്കാക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ഇതാണ് റവന്യൂ ഓഡിറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. റവന്യൂ ഓഡിറ്റ് ചെയ്യുമ്പോൾ ശരിക്ക് ഈ ഡിമാൻഡ് കൃത്യമായി ട്രേസ് ചെയ്യുന്നുണ്ടോ, അത് റെമിറ്റ് ചെയ്യുന്നുണ്ടോ, അതിലെ ബാലൻസ് വരുന്നുണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യണം, എന്തുകൊണ്ടാണ് അങ്ങനെ ബാലൻസ് എമൗണ്ട് കിടക്കുന്നതെന്ന്. ഈ ഒരു കാര്യം ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടത്, ഗവൺമെൻറ്റിലേക്ക് വരേണ്ട ഒരു റവന്യൂ അത് പിന്നെ ഉള്ളൊരു കാലം അത് തടഞ്ഞു വയ്ക്കാൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും ഒരു അതോറിറ്റിക്കും അവകാശമില്ല. ഗവൺമെൻറ് അക്കാര്യത്തിൽ കൃത്യമായിട്ട് ഉത്തരവുകൾ ഇറക്കിയിട്ടുള്ളതാണ്. അതായത് ആരെങ്കിലും ഒരു എമൗണ്ട്, ഇപ്പോൾ ഗവൺമെൻറ്റിലേക്ക് ഒരാൾ 2 ലക്ഷം രൂപ അടയ്ക്കാനുണ്ട്, അയാൾക്ക് നിവർത്തിയില്ല എന്നൊക്കെ വന്ന് പറഞ്ഞാൽ ഉടനെ അതങ്ങ് സ്റ്റേ ചെയ്ത് കൊടുക്കാൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും അധികാരമില്ല. അതിൽ ഒരു ഗഡു അടയ്ക്കുക, ബാക്കി ഇൻസ്റ്റാൾമെൻ്റ് ആക്കി കൊടുക്കാൻ മാത്രമേ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക്, ഈവൻ അപ് ടു ചീഫ് മിനിസ്റ്റർ, അദ്ദേഹത്തിന് പോലും അവകാശമുള്ളൂ. ഇൻസ്റ്റാൾമെൻ്റ് ആക്കി കൊടുക്കാം. അതാണ് ഈ റവന്യൂ ഓഡിറ്റിൽ അക്കൗണ്ടൻറ്റ് ജനറൽ പരിശോധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ. അടുത്തത് സെക്ഷൻ 17 ആണ്. അതായത് ഓഡിറ്റ് ഓഫ് സ്റ്റോഴ്സ് ആൻഡ് സ്റ്റോക്കാണ്. ഓരോ വകുപ്പിനും അതിനോട് ചേർന്ന ഒരു സ്റ്റോർ ആൻഡ് സ്റ്റോക്ക് വിങ് കൂടി ഉണ്ടാവും. അത് പ്രത്യേകമായിട്ടാണ് അക്കൗണ്ടൻറ്റ് ജനറൽ അല്ലെങ്കിൽ CNDG ഓഡിറ്റ് ചെയ്യുന്നത്. CNDG ഷാൽ ഓഡിറ്റ് ആൻഡ് റിപ്പോർട്ട് ഓൺ ദി അക്കൗണ്ട്സ് ഓഫ് ദി സ്റ്റോഴ്സ് ആൻഡ് സ്റ്റോക്ക് കെപ്റ്റ് ഇൻ എനി ഓഫീസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. അത് സെക്ഷൻ 17 വെച്ചിട്ട് എക്സ്ക്ലൂസീവായിട്ട് ആ എക്സ്പെൻഡിച്ചർ ഓഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റോർ ആൻഡ് സ്റ്റോക്ക് ഓഡിറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നതെന്ന് നോക്കണം. സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ നോക്കുന്നത് സ്റ്റോർ എങ്ങനെ അക്വയർ ചെയ്യണം. അതായത് ടെൻഡർ വിളിച്ച് ബെസ്റ്റ് വാല്യൂ പർച്ചേസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് സ്റ്റോർ പർച്ചേസ് ചെയ്ത് സ്റ്റോർ അക്വയർ ചെയ്യുകയാണ്. ആ അക്വയർ ചെയ്യുന്ന സ്റ്റോറ് അത് സ്റ്റാക്കിലേക്ക് എടുക്കണം. അതിന് ഗുഡ്സ് റിസീവ്ഡ് ഷീറ്റുണ്ട്. ആ ഗുഡ്സ് റിസീവ്ഡ് ഷീറ്റിൽ രേഖപ്പെടുത്തിയിട്ട് അത് സ്റ്റോറിലേക്ക് ബിൻ കാർഡ് വെച്ചിട്ടുണ്ട്. അവിടെ ആ ബിൻ കാർഡിൽ രേഖപ്പെടുത്തി വേണം സ്റ്റോറിൽ എടുക്കാനായിട്ട്. ബിൻ കാർഡ് എന്ന് പറയുന്നത് ഓരോ ഐറ്റത്തിനും, ഇപ്പോൾ സ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ PWD ആണെങ്കിൽ സ്റ്റീല്, സിമെൻറ്റ്, പിന്നെ ബിറ്റുമിൻ എന്നൊക്കെ പറയുന്നതൊക്കെ ഇതിൽ വരുന്നതാണ്. അപ്പോൾ ഓരോ ഐറ്റത്തിനും ഇപ്പോൾ കമ്പി തന്നെ പല സ്പെസിഫിക്കേഷൻ കാണും. 6 mm, 20 mm, 8 mm എന്നൊക്കെ പറഞ്ഞ് പല സ്പെസിഫിക്കേഷനിൽ വരും. അപ്പോൾ ഓരോ ഐറ്റത്തിനും ഓരോ ബിൻ കാർഡ് സൂക്ഷിക്കുക വരെ. ആ ബിൻ കാർഡിൽ ഗുഡ്സ് റിസീവ്ഡ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോറിൻ്റെ വാതിക്കൽ വരെ അത് സപ്ലയർ കൊണ്ടുവന്ന് എത്തിക്കുമ്പോൾ അവിടുന്ന് സ്റ്റോറിലേക്ക് എടുക്കുന്ന രേഖയാണ് ഗുഡ്സ് റിസീവ്ഡ് ഷീറ്റ്. ആ ഗുഡ്സ് റിസീവ്ഡ് ഷീറ്റിൽ നിന്നാണ് നമ്മൾ ബിൻ കാർഡിലേക്ക് എടുക്കുന്നത്. ബിൻ കാർഡിൽ പക്ഷേ ഒരു പ്രത്യേക ക്വാണ്ടിറ്റി എത്ര ബാലൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അതിൻ്റെ കൂടി ഇപ്പോൾ അക്വയർ ചെയ്തുകൂടെ ചേർക്കുക, ഇപ്പോൾ ടോട്ടൽ എത്രയുണ്ടെന്ന് അറിയാം. ഇതൊരു ക്വാണ്ടിറ്റി അക്കൗണ്ട് മാത്രമാണ് ബിൻ കാർഡിൽ എഴുതുന്നത്. അങ്ങനെ ഓരോ തരം ബിൻ കാർഡ് നമ്മൾ സ്റ്റോറിൽ സൂക്ഷിക്കും. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇഷ്യൂ ചെയ്യും. ആവശ്യമനുസരിച്ച് ഉദ്യോഗസ്ഥർ ആ പർട്ടിക്കുലർ മെറ്റീരിയൽ വേണമെന്ന് ആവശ്യപ്പെട്ട് വരുമ്പോൾ ഇൻറ്റൻ്റ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായി പിന്നീട് കാണാം.
ഇൻഡൻറ്റ് വഴിയാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്. ഇൻഡൻറ്റ് വഴി സപ്ലൈ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റിയിൽ കുറച്ച് ബാലൻസ് എഴുതി വെക്കുക. അപ്പോൾ ഇത് ടോട്ടലി ഒരു ക്വാണ്ടിറ്റി അക്കൗണ്ട് മാത്രമാണ്. എന്നിട്ട് ഇത് സബോർഡിനേറ്റ് ഓഫീസാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഈ വിവരം അറിയിക്കുക. അവിടെ ഒരു പ്രൈസ്ഡ് സ്റ്റോർ ലെഡ്ജർ PSL എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് രജിസ്റ്റർ സൂക്ഷിക്കും. അത് ഇറ്റ് ഈസ് ബോത്ത് വാല്യൂ ആസ് വെൽ ആസ് ക്വാണ്ടിറ്റി അക്കൗണ്ടാണ്. അപ്പോൾ ഓരോ സ്റ്റോറിലും ഓരോ സാധനങ്ങളിൽ എത്ര ക്വാണ്ടിറ്റി ഇരിപ്പുണ്ട്, അതിൻ്റെ വില എത്രയാണെന്നൊക്കെ പ്രൈസ് സ്റ്റോർ ലെഡ്ജർ വഴി അറിയാം. അത് പീരിയോഡിക്കലായിട്ട് ഒരു ഫിസിക്കൽ വെരിഫിക്കേഷനും നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ 17 അനുസരിച്ച് ഓഡിറ്റിന് വരുമ്പോൾ ഈ ഫിസിക്കൽ വെരിഫിക്കേഷൻ റിപ്പോർട്ട് അക്കൗണ്ടിൽ ആവശ്യപ്പെടാറുണ്ട്. അവിടെ എന്തെങ്കിലും ലോസോ അല്ലെങ്കിൽ തെഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ള ഓഡിറ്റ് നടക്കും. ആരാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി വഹിക്കേണ്ടതെന്നൊക്കെ അവിടെ തീരുമാനിക്കപ്പെടും. അപ്പോൾ ഇത് ഓരോ ആനുവൽ എൻഡിങ്ങിലും ഓരോ വർഷ അവസാനവും ഈ പ്രൈസ് സ്റ്റോർ ലെഡ്ജർ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുമ്പോൾ എത്ര ബാലൻസ് ക്വാണ്ടിറ്റി ഇരിപ്പുണ്ട്, അത് എത്ര മൂല്യമുള്ളതാണ് എന്നൊക്കെ നമുക്ക് അത് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഒരു ചെറിയ സംവിധാനം മാത്രമാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുക പീരിയോഡിക്കലായിട്ട്. അതിന് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു ഇൻറ്റേർണൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഈ അവർ തന്നെ 2-3 ആളുകൾ ചേർന്നൊരു പാർട്ടി ഉണ്ടാക്കി അവർ വന്ന് പിന്നെ അത് വെരിഫൈ ചെയ്തു. അക്കൗണ്ടൻറ്റ് ജനറലിനും ഇത് ഫിസിക്കൽ വെരിഫിക്കേഷൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ സാന്നിധ്യത്തിൽ നടത്താൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ്. ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ ഇതിലിവിടെ കീപ്പ് ചെയ്യേണ്ട രജിസ്റ്റേഴ്സാണ്. ഇപ്പോൾ സ്റ്റോറിലേക്ക് എടുക്കുമ്പോൾ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ വേണം. ഒരു സ്റ്റോക്ക് രജിസ്റ്ററിൽ എഴുതാൻ വിട്ടുപോയി എന്ന് പറയുന്ന ഒരു നിസ്സാരമായ ഒരു ലാപ്സായി കണക്കാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മളിപ്പോൾ കേട്ടു. വളരെ റെസ്പോൺസിബിലിറ്റിയോടുകൂടി സൂക്ഷിക്കേണ്ടതാണ് ഈ സ്റ്റോക്ക് രജിസ്റ്റേഴ്സ്. അപ്പോൾ ഇതാണ് ജനറലായിട്ട് സ്റ്റോർ ആൻഡ് സ്റ്റോക്കിൻ്റെ ഓഡിറ്റിൻ്റെ പരിവിൽ വരുന്നത്. അതായത് വളരെ ഇക്കണോമിക്കലായിട്ടാണ് സ്റ്റോക്ക് അക്വയർ ചെയ്യുന്നത്, കൃത്യമായിട്ടാണത് പരിപാലിക്കപ്പെടുന്നത്, കൃത്യമായിട്ടാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്, കൃത്യമായിട്ട് അതിൻ്റെ ഫിസിക്കൽ വെരിഫിക്കേഷൻ പീരിയോഡിക്കലായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ പ്രൈസ് സ്റ്റോർ ലെഡ്ജർ ക്ലോസ് ചെയ്യുമ്പോൾ ഇത് അതിൻ്റെ ഫിസിക്കൽ ബാലൻസും അതിൻ്റെ വാല്യൂവും തമ്മിൽ ടാലി ചെയ്യുന്നോ എന്നൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഇതാണ് സെക്ഷൻ 17 വെച്ചിട്ടുള്ള സ്റ്റോർ ആൻഡ് സ്റ്റോക്ക് ഓഡിറ്റ്. അടുത്തത് സെക്ഷൻ 18 ഓഫ് DPC ആക്ട് ആണ്. എന്താണെന്ന് നോക്കാം. സെക്ഷൻ 18 പറയുന്നത് പവേഴ്സ് ഓഫ് C&AG ആണ്. C&AGക്ക് എന്തൊക്കെ അധികാരങ്ങളാണ് ഓഡിറ്റുമായി ബന്ധപ്പെട്ടുള്ളതെന്നാണ് വ്യക്തമാക്കുന്നത്. He has the powers to inspect any office of accounts under the control of the government. Any accounts, books, documents, etc. required by him shall be sent to such place as he may appoint for his inspection. The officer in charge of the office or department being inspected by C&AG shall afford all facilities required by him. അതായത് ആകെ ഇത്രയുമാണ് പവേഴ്സിൽ വരുന്നത്. ഏത് ഗവൺമെൻറ് സ്ഥാപനവും ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം C&AGക്കുണ്ട് സെക്ഷൻ 18 അനുസരിച്ച്. അതുപോലെ ഏതെങ്കിലും ഫയല് ആവശ്യപ്പെട്ടാൽ കൃത്യമായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ട് ചെന്ന് നൽകി അത് ഓഡിറ്റ് ചെയ്യിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായിട്ടുള്ള ഒരു പോയിൻ്റ്, എല്ലാ ഫെസിലിറ്റീസും ഓഡിറ്റിനും ഓഡിറ്റേഴ്സിനും വേണ്ടുന്ന, അതായത് അവർക്ക് ഇരിക്കാനുള്ള കംഫർട്ടബിളായിട്ട് ഇരിക്കാനുള്ള ഫെസിലിറ്റീസ് കൊടുക്കണം, അവരുടെ ഫയല് സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം, അവരാവശ്യപ്പെടുന്ന ഫയലുകൾ കൃത്യമായി കൊടുക്കണം. അതായത് എല്ലാ ഫെസിലിറ്റീസും അവർക്ക് നൽകേണ്ടതായിട്ടുണ്ട്, അവർക്ക് എലിജിബിളാണ്. അപ്പോൾ ഇതാണ് സെക്ഷൻ 18. സോ സെക്ഷൻ 18 ഈസ് ഡീലിംഗ് വിത്ത് ദ പവേഴ്സ് ഓഫ് C&AG. C&AGയുടെ അധികാരം എന്താണ്? ഏത് ഗവൺമെൻറ് ഓഫീസും ഓഡിറ്റ് ചെയ്യാം, ഏത് ഫയൽ വേണമെങ്കിലും ആവശ്യപ്പെടാം, ഈ ഓഡിറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അവർക്ക് ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വവും സ്റ്റേറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനും ഓഫീസേഴ്സിനും ഉണ്ട് എന്നുകൂടിയാണ് സെക്ഷൻ 18 വ്യാഖ്യാനിക്കുന്നത്. അടുത്ത സെക്ഷൻ 19 ആണ്. സെക്ഷൻ 19 എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ ഓഡിറ്റാണ്.
അതായത് CNAG shall audit the accounts of government companies under the provisions of the Companies Act 2013. അതായത് ഏത് ഗവൺമെൻറ്റിൻ്റെ കമ്പനികളെയും ഇപ്പോൾ പുതിയ കമ്പനീസ് ആക്ട് വന്നിട്ടുണ്ട് 2013, 1956 അല്ല, ഓർക്കുക. കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് ഏത് ഗവൺമെൻറ് കമ്പനിയും ഓഡിറ്റിന് വിധേയമായിരിക്കും. He shall also audit the accounts of corporations other than companies established under law made by the parliament. കമ്പനീസ് മാത്രമല്ല, ഗവൺമെൻറ് കോർപ്പറേഷൻസും പല വിധത്തിലുള്ള കോർപ്പറേഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള കോർപ്പറേഷൻസും ഒക്കെ ഈ കൊമേഴ്സ്യൽ ഓഡിറ്റിൻ്റെ പരിധിയിലാണ് വരുന്നത്. He shall audit the accounts of corporations established by law made by the legislature of the state where such request for audit has been made by state government. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് റിക്വസ്റ്റ് ചെയ്താൽ പ്രത്യേകമായിട്ടുള്ള ചില കോർപ്പറേഷൻസ് ഉണ്ട്. ആ കോർപ്പറേഷൻസും കമ്പനീസ് ആക്ട് അനുസരിച്ച് ഓഡിറ്റ് ചെയ്യാം. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, കമ്പനീസ് ആക്ട് അനുസരിച്ച് ഓഡിറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ഓഡിറ്റർ കൊമേഴ്സ്യൽ ഓഡിറ്റാണത്. അത് ഓഡിറ്റ് ചെയ്യേണ്ടത് ഏത് സ്ഥാപനമാണ് എന്ന് സെലക്ട് ചെയ്യുന്നത് CNAG ആണ്. CNAG ചെയ്യുന്നത് അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് ജനറൽ ചെയ്യുന്നത് ആ കമ്പനി ഓഡിറ്റ് ചെയ്തതിൻ്റെ ഒരു റിവ്യൂ ആണ്. ആ ഓഡിറ്റ് കൃത്യമായിട്ടാണോ നടത്തിയത് എന്ന് പരിശോധിക്കുകയാണ്. ഇങ്ങനെ പരിശോധിച്ച് കിട്ടുന്ന കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റും എല്ലാം വീണ്ടും പരിശോധിക്കും. അതിലെന്തെങ്കിലും കാര്യമായ വീഴ്ചകളുണ്ടെങ്കിൽ അത് CNAGയുടെ കൊമേഴ്സ്യൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും. അത് അസംബ്ലിയിൽ അല്ലെങ്കിൽ നിയമസഭയിൽ അത് സമർപ്പിക്കും. അപ്പോൾ ഇത് കൊമേഴ്സ്യൽ ഓഡിറ്റിൽ ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. അത് നമുക്ക് പിന്നൊരു സന്ദർഭത്തിൽ നോക്കാം. കാരണം അത് കമ്പനി പ്രോഫിറ്റബിളായിട്ടാണോ നടക്കുന്നത്, അതിൻ്റെ ഫണ്ടൊക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ കമ്പനീസ് ആക്ടിൽ കൃത്യമായി പരിശോധിക്കപ്പെടും. ഇതാണ് സെക്ഷൻ 19. ഇതിനൊരു ഉപവകുപ്പ് കൂടിയുണ്ട്, സെക്ഷൻ 19A. അത് സബ്മിഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്സ് ഓഫ് കമ്പനീസ് ആൻഡ് കോർപ്പറേഷൻസ് ആണ്. അതായത് CNAG's audit report commercial relating to the audit of the government companies corporations shall be submitted to the government concerned. അതായത് 19 നമ്മൾ കണ്ടു, ഗവൺമെൻറ് കമ്പനീസ് ഓഡിറ്റ് ചെയ്യും. അതുപോലെ നിയമപരമായി രൂപീകരിക്കപ്പെട്ടുള്ള കോർപ്പറേഷൻസുകളുണ്ട്. ഇപ്പോൾ ഒരുപാട് തരം കോർപ്പറേഷൻസ് ഉണ്ടല്ലോ, ആ കോർപ്പറേഷൻസും ഒക്കെ ഓഡിറ്റ് ചെയ്യും. ആ സെക്ഷൻ 19A അനുസരിച്ച് ഈ കൊമേഴ്സ്യൽ റിപ്പോർട്ട് നിയമസഭയിൽ വെക്കേണ്ട ഉത്തരവാദിത്വം 19A അനുസരിച്ച് അക്കൗണ്ടൻറ്റ് ജനറലിന് അല്ലെങ്കിൽ CNAGക്കാണ്. അതാണ് 19A. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്, അവസാനത്തെ സെക്ഷൻ. അവസാനത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതിൻ്റെ അവസാനത്തെ സെക്ഷനാണ്. 20 വരെ നമ്മൾ മനസ്സിലാക്കിയാൽ മതിയാവും. അതിൽ സെക്ഷൻ 20 എന്താണെന്ന് നോക്കാം. അത് റിക്വസ്റ്റ് ഓഡിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൻ്റെ ഒരു കണ്ടീഷൻ, വേർ ദി ഓഡിറ്റ് ഓഫ് എനി ബോഡി ഓർ അതോറിറ്റി നോട്ട് എൻട്രസ്റ്റഡ് ടു CNAG ബൈ എനി ലോ, ഹി ഷാൽ, ഇഫ് റിക്വസ്റ്റഡ് ബൈ ദി പ്രസിഡന്റ് ഓർ ഗവർണർ, അണ്ടർടേക്ക് ദി ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് സച്ച് അതോറിറ്റി ഓർ ബോഡി. അത് 20 സബ്സെക്ഷൻ 1 21 വെച്ചിട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനെ ഓഡിറ്റിന് വിധേയമാക്കണം എന്ന് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവർണറോ CNAGയോട് അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് ജനറലിനോട് ആവശ്യപ്പെട്ടാൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ഓഡിറ്റിന് വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഒരു എക്സാമ്പിൾ LSGDയുടെ ഓഡിറ്റ്. അതായത് നമ്മുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഓഡിറ്റ് ചെയ്യുന്നത് ഈ 21 വെച്ചിട്ടാണ്. അതായത് ഗവൺമെൻറ് ആക്റ്റിൽ തന്നെ, പഞ്ചായത്ത് രാജ് ആക്റ്റിൽ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട് CNAG ആണ് അതിൻ്റെ ഓഡിറ്റ് നടത്തേണ്ടത്. ശരിക്കും അവരുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. പക്ഷേ അതിന് മുകളിൽ ടെക്നിക്കൽ ഗൈഡൻസും സൂപ്പർവിഷനും ഒക്കെ നൽകുന്നത് CNAG ആയിരിക്കണമെന്നും ആ ഓഡിറ്റിൻ്റെ ഒരു 10% CNAG കൂടി പരിശോധിക്കണമെന്നും ആക്ട് നിർദ്ദേശിക്കുന്നുണ്ട്. അത് ഈ 21ൻ്റെ പെർവ്യൂവിലാണ് CNAG LSGDയുടെ ഓഡിറ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. അടുത്ത സെക്ഷൻ 20 സബ്സെക്ഷൻ 2 ആണ്. അത് പറയുന്നത് CNAG മേ പ്രപ്പോസ് ടു ദി പ്രസിഡന്റ് ഓർ ഗവർണർ to authorize him to undertake the audit of any body or authority if he is of opinion that the audit is necessary because
substantial amount has been invested or advanced to the body. നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഒരു സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ കാര്യമായ ഒരു തുക ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് നൽകിയതായി അക്കൗണ്ടന്റ് ജനറലിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ സ്ഥാപനത്തിനെ ഓഡിറ്റിന് വിധേയമാക്കണം എന്ന് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ടുള്ള ഓഡിറ്റിന് വിധേയമാക്കണം എന്ന് ഗവൺമെൻറ്റിനോട് അല്ലെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയോട്, സെൻട്രൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കേസിലാണെങ്കിൽ അല്ലെങ്കിൽ ഗവർണറോട് അങ്ങോട്ട് ആവശ്യപ്പെടാം. അത് അനുവാദം വാങ്ങിയിട്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങളെയും ഓഡിറ്റ് ചെയ്യാം. അതിനെയാണ് സെക്ഷൻ 22 എന്ന് പറയുന്നത്. അപ്പോൾ 21 വെച്ചിട്ടുള്ള ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് വിൽ റിക്വസ്റ്റ് CNAG. 22 എന്ന് പറയുന്നത് 20 സബ്സെക്ഷൻ 2 എന്ന് പറയുന്നത് CNAG ഹിംസെൽഫ് വിൽ മേക്ക് എ റിക്വസ്റ്റ് ടു ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിലേക്ക് CNAG തന്നെ കൊടുക്കും. ഇത്രയും ഭീമമായ ഒരു തുക ഒരു സ്ഥാപനത്തിന് നൽകിയിട്ടുണ്ട്, ഒരു നല്ല തുക ഒരു കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഒരു സ്ഥാപനത്തിന് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന് വിധേയമാക്കണം എന്ന് ഗവൺമെൻറ്റിനോട് അല്ലെങ്കിൽ ഗവർണറോട് ആവശ്യപ്പെടാനുള്ള അധികാരം CNAGക്കുണ്ട്. ഇതാണ് 21ഉം 22ഉം എന്ന് മനസ്സിലാക്കുക. അടുത്തതായിട്ട് നമുക്ക് സെക്ഷൻ 20 സബ്സെക്ഷൻ 3 എന്താണെന്ന് കൂടി നോക്കാം. The audit referred to subsection 1 and 2 shall be entrusted to the CNAG when the President bar Governor is satisfied that it is expedient to do so in public interest. The body authority be given a reasonable opportunity to make representations with regard to the proposal, but the ultimate decision is with the President or Governor. അതായത് ഇപ്പോൾ സൂചിപ്പിച്ച രണ്ട് സെക്ഷനുകളും, അതായത് സെക്ഷൻ 1ഉം 2ഉം 20ക്ക് താഴെ വരുന്ന സബ്സെക്ഷൻ 1ഉം 2ഉം ആധാരമാക്കിയിരിക്കുന്നത് പൊതു താൽപ്പര്യത്തെയാണ്. സെക്ഷൻ 23 വ്യക്തമാക്കുന്നത് മേൽപ്പറഞ്ഞ രീതിയിൽ CNAGയുടെ ഓഡിറ്റിന് ഒരു സ്ഥാപനത്തിനെ വിധേയമാക്കുന്നതിന് മുൻപ് പ്രസ്തുത സ്ഥാപനത്തിൻ്റെ അഭിപ്രായം കൂടി ആരായണമെന്നാണ്. ആ അഭിപ്രായത്തിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തി ആ സ്ഥാപനത്തിനെ CAG ഓഡിറ്റിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനുള്ള അന്തിമ തീരുമാനം പ്രസിഡൻറ്റിൽ അഥവാ ഗവർണറിൽ നിക്ഷിപ്തമാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന പ്രധാന വസ്തുത ഇതെല്ലാം പബ്ലിക് ഫണ്ടാണ്. അപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റിൽ ആണ് ഇത് ചെയ്യേണ്ടത്. അത് മനസ്സിൽ വെച്ചിട്ട് വേണം കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസായ പ്രസിഡൻറ്റും ഗവർണറും ഒക്കെ ഒരു തീരുമാനം എടുക്കേണ്ടതെന്നാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ DPC ആക്ടിൻ്റെ 11 സെക്ഷൻസും കംപ്ലീറ്റ് ചെയ്തു. ഇതിനെക്കുറിച്ച് വിശദമായി നമ്മൾ ഇനിയും പഠിക്കും. പക്ഷേ ഈ സെക്ഷൻ ഇനി PSCയുടെ ടെസ്റ്റ് എഴുതുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ സെക്ഷൻ ഇത്രയും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഞാനതൊരു ബ്രീഫായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അത് പോയിൻറ്റ്സ് ഇൻ ബ്രീഫ് ഫോർ ഈസി റിമെമ്പറൻസ്, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 11 സെക്ഷൻ ഞാൻ ഓടിച്ചെന്ന് പറയാം. സെക്ഷൻ 10 മീൻസ് കമ്പൈലേഷൻ ഓഫ് ഗവൺമെൻറ് അക്കൗണ്ട്സ്. സെക്ഷൻ 11 സബ്മിഷൻ ഓഫ് അക്കൗണ്ട്സ് ടു ദ പ്രസിഡന്റ് ഗവർണർ. 12 അസിസ്റ്റൻസ് ടു ഗവൺമെൻറ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ്, അത് റിമൂവൽ ഓഫ് ഡൗട്ട്സും അതിൽ വരുന്നതാണ്. 13 എക്സ്പെൻഡിച്ചർ ഓഡിറ്റ്. 14 ഗ്രാൻഡ് ഇൻ എയ്ഡ് ഓഡിറ്റ്, അത് ഓൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ്, കൊടുക്കുന്ന തുക മാത്രമല്ല മുഴുവൻ തുകയും ഓഡിറ്റിന് വിധേയമാക്കും. സെക്ഷൻ 15 ഗ്രാൻഡ് ഇൻ എയ്ഡ് ഓഡിറ്റാണ്, സ്പെസിഫിക് പർപ്പസാണ്, കൃത്യമായി എന്ത് പദ്ധതിക്ക് കൊടുത്തോ അത്രയും തുക മാത്രം ഓഡിറ്റിന് വിധേയമാക്കും. 16 റെസീറ്റ് ഓഡിറ്റ്. 17 ഓഡിറ്റ് ഓഫ് സ്റ്റോഴ്സ് ആൻഡ് സ്റ്റോക്ക്. 18 പവേഴ്സ് ഓഫ് CNAG ആണ്. 19 ഓഡിറ്റ് ഓഫ് കമ്പനീസ് ആൻഡ് കോർപ്പറേഷൻസ്. ദെൻ 19A സബ്മിഷൻ ഓഫ് CNAG's ഓഡിറ്റ് റിപ്പോർട്ട് commercial to the legislature. Then 20 റിക്വസ്റ്റ് ഓഡിറ്റ് ആണ്. അത് രണ്ട് തരം റിക്വസ്റ്റ് ഉണ്ട്. ഗവൺമെൻറ്റിന് CNAGയോടും ആവശ്യപ്പെടാം, CNAG ഗവൺമെൻറ്റിനോടും ആവശ്യപ്പെടാം. അതാണ് റിക്വസ്റ്റ് ഓഡിറ്റ്. ഇതോടുകൂടി CNAGയുടെ ആക്ട് 1971 DPC ആക്ട് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.